ഷൈനിയും മക്കളും ട്രെയിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബിയുടെ കൂടുതൽ പങ്ക് വെളിവാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഷൈനി മക്കളെയും കൂട്ടി ട്രെയിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയത്. ഇതിൻ്റെ തലേ ദിവസം രാത്രി 10:30 ഭർത്താവായ നോബി ഷൈനിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അന്ന് അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഷൈനിയെ മാനസികമായി തളർത്തിക്കളഞ്ഞുവെന്നും ആത്മഹത്യയിലേക്ക് നയിക്കാൻ ഇതൊരു പ്രധാന കാരണമായി എന്നുമാണ് പോലീസ് നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അന്ന് രാത്രി 27-ാം തീയതി രാത്രി 10:30 നോബി വാട്സപ്പ് കോൾ മുഖേന ഷൈനിയെ ബന്ധപ്പെടുന്നത്. അങ്ങനെ വിളിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞത്, നീ നിൻ്റെ 2 മക്കളെയും കൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി, നീയും നിൻ്റെ മക്കളും ചത്തതിന് ശേഷമേ ഇനി ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരൂ, എന്നെ ബുദ്ധിമുട്ടിക്കാതെ, എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നാണ് ഈ നോബി ഷൈനിയെ ഫോണിൽ വിളിച്ച് ചോദിച്ചത്. ഇത് ഷൈനിയെ മാനസികമായി വലിയ രീതിയിൽ തളർത്തിക്കളഞ്ഞു. ഇത് ആത്മഹത്യയിലേക്ക് നയിക്കാൻ ഒരു പ്രധാന കാരണമായി എന്നുള്ളതാണ് നിലവിൽ ഈ നോബിയുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ജൂൺ മാസം 9-ാം തീയതി, അതായത് 2024 ജൂൺ മാസം 9-ാം തീയതിയാണ് ഷൈനിയും മക്കളും തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ നിന്ന് ഷൈനിയുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. അതിനു മുമ്പ് തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നോബിയുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനം ഷൈനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഗാർഹിക പീഡനത്തിനടക്കം പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇതിന് ശേഷവും ഒരു തരത്തിലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജൂൺ മാസം 9-ാം തീയതി ഷൈനി മക്കളെയും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക്, ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇങ്ങനെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതിന് ശേഷവും ഈ നോബിയും അയാളുടെ മാതാപിതാക്കളും നിരന്തരമായി ഈ ഷൈനിയെ ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ഫോൺ മുഖേന വിളിച്ച് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, മാനസികമായി തളർത്തിയിട്ടുണ്ട്. ഇതൊക്കെയും ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമായി എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോബി സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഏറ്റുമാനൂർ SHO കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ തലേദിവസം ഫോൺ വിളിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന് പോലീസും പ്രോസിക്യൂഷനും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ ഷൈനിയുടെയും നോബിയുടെയും മൊബൈൽ ഫോണുകൾ പോലീസിൻ്റെ പരിശോധനയിലാണ്. പ്രാഥമിക ഘട്ടത്തിൽ സൈബർ സെല്ലിൻ്റെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിശദമായ പരിശോധന ആ ഫോണുകൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ഫോണുകൾ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ ഈ കേസിൽ മറ്റാർക്കെങ്കിലും കൂടുതൽ പങ്കുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഈ പറയുന്ന നോബിയുടെ മാതാപിതാക്കളെ അടക്കം ഈ കേസിലേക്ക് പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയുള്ളൂ. നിലവിൽ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് നോബി മാത്രമാണ്. എന്താണെങ്കിലും ഈ ഷൈനിയും മക്കളും ട്രെയിന് മുൻപിൽ ചാടി ജീവൻ ഒടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി നോബി ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ മാനസികമായി ഷൈനിയെ തളർത്തിക്കളഞ്ഞു. അത് പ്രധാനമായും ആത്മഹത്യയിലേക്ക് നയിക്കാൻ ഒരു കാരണമായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ, എന്നെ ദ്രോഹിക്കാതെ എന്നുള്ളതാണ് തലേ ദിവസം രാത്രി ഈ നോബി ഫോണിൽ വിളിച്ച് ചോദിച്ചത്. വലിയ ബുദ്ധിമുട്ട്, മാനസികമായി വലിയ ബുദ്ധിമുട്ട് ഷൈനിയിലുണ്ടാക്കി, ഷൈനിയെ തളർത്തിക്കളഞ്ഞു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിന് ശേഷവും ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ഷൈനി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ പരമാവധി ശ്രമിച്ചതാണ്. അതിൻ്റെ കൂടുതൽ വാർത്തകളൊക്കെ മുൻപ് പലപ്പോഴും പുറത്തു വന്നിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലും ജോലി തേടി ഷൈനി പോവുകയും ഏതാണ്ട് 10-ലധികം ആശുപത്രികളെ സമീപിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവിടെ നിന്നൊന്നും ജോലി ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായ അവസ്ഥയിൽ മക്കളെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ദൂര സ്ഥലത്ത് എവിടേക്കെങ്കിലും ജോലി തേടി പോകാൻ ഷൈനി പരിശ്രമം നടത്തിയതാണ്. പക്ഷേ ഒരു ഹോസ്റ്റലിലും മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഹോസ്റ്റലുകളിൽ അഡ്മിഷൻ ലഭിക്കാതിരുന്നത്. ഇതോടുകൂടി ദൂരസ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും ജോലി തേടി പോകാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ഷൈനിയുടെ നഷ്ടപ്പെടുകയായിരുന്നു. ഇങ്ങനെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട, ജീവിക്കാൻ മുൻപിൽ മറ്റ് യാതൊരു മാർഗവും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നോബിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാനസികമായി തളർത്തിക്കളയുന്ന സംസാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഷൈനി ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണെങ്കിലും 28-ാം തീയതി ഷൈനിയും മക്കളും ജീവനൊടുക്കിയെങ്കിൽ അതിൻ്റെ തലേ ദിവസം 27-ാം തീയതി രാത്രി 10:30 ഭർത്താവ് നോബി
ഫോണിൽ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ, ചില വാക്കുകൾ മാനസികമായി വളരെയേറെ അവരെ തളർത്തിക്കളഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നീ 2 മക്കളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു, നീയും മക്കളും ചത്താൽ മാത്രമേ ഞാൻ ഈ നാട്ടിലേക്ക് മടങ്ങി വരൂ, എന്നെ ദ്രോഹിക്കാതെ നിനക്കും നിന്റെ മക്കൾക്കും ചത്തുകൂടെ എന്നാണ് നോബി ചോദിച്ചത്. ഇത് മാനസികമായി ഒരുപാട് തളർത്തിക്കളഞ്ഞു. ഇത് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.